ഒന്നും വളച്ചുകെട്ടാനില്ല, ഒന്നും മറച്ചു വെക്കാനില്ല. ഏത് റിപ്പോർട്ടായാലും കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണോ നടപ്പിലാക്കണമെന്ന് പറയുന്നത് അത് മുഴുവൻ നടപ്പിലാക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യം തയ്യാറാണ് എന്ന് അതിന്റെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ മിനിഞ്ഞാന്ന് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പേഴ്സൺ ആസ് ആൻ ആക്ടർ സിദ്ദിഖ് എന്ന് പറഞ്ഞുണ്ടെങ്കിലും നമ്മളുടെയൊക്കെ ഡ്രീംസിന്റെ മേൽ ചവിട്ടി നിന്ന് അയാൾ ക്രിയേറ്റ് ചെയ്ത് കെട്ടിപ്പടുത്തി ഉണ്ടാക്കിയതാണ് ഇതെല്ലാം. സോ അയാളൊന്നും ഡിസേർവ് ചെയ്യുന്നില്ല. ഒരു 2013 നടന്ന ആ ഒരു സംഭവം, അതിനകത്ത് ഒരു വാക്ക് പോലും സോണിയ മൽഹാർ കള്ളം പറഞ്ഞിട്ടില്ല എന്നുള്ളത് മനസാക്ഷിക്ക് അദ്ദേഹത്തിന് ഇന്നലെ അദ്ദേഹം ഉറങ്ങിയിട്ടുണ്ടാവില്ല, തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും പേര് പറയുന്നുണ്ടോ എന്നുള്ളത്. CPM-ന്റെ MLA ആകുമ്പോഴത്തേക്ക് കയറി ഇറങ്ങി അങ്ങനെ എന്തെങ്കിലും പറയാമല്ലോ എന്നുള്ളതാണ്. എനിക്ക് വേറൊന്നും പറയാനില്ല. എനിക്കിപ്പോഴും ഓർമ്മയില്ല. 6 കൊല്ലം മുമ്പ് 2018 പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. രണ്ട് പ്രമുഖരാണ് ഇന്ന് രാജിവെച്ചത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത്, അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ്. ഇനിയും തലകൾ ഉരുളുമോ എന്ന ആകാംക്ഷയിലാണ് കേരളം. തലകൾ ഉരുണ്ടു തുടങ്ങുമ്പോൾ സർക്കാർ പൊടുന്നനെ അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. പക്ഷേ കേസെടുക്കില്ല, അതിന് ഇരകൾ പരാതി നൽകണം. ഇപ്പോൾ ഈ അന്വേഷണ പ്രഖ്യാപനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇടത് സഹയാത്രികൻ M ജയചന്ദ്രൻ, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് ആസിഫ് അലി, അഭിനേത്രി സോണിയ മൽഹാർ എന്നിവർ. ആദ്യം ജയചന്ദ്രനിലേക്ക്. ശ്രീ ജയചന്ദ്രൻ, ഇത് 2019 ഈ റിപ്പോർട്ട് കൈമാറുമ്പോൾ തന്നെ സർക്കാർ ഈ റിപ്പോർട്ട് DGP കൈമാറിയതാണ്. അന്ന് DGP ഇതിൽ കേസെടുക്കാൻ പറ്റില്ല എന്ന് തിരിച്ചു കൊടുത്തതാണ്. ഇപ്പോൾ കോടതിയിൽ ഒരു പരാതിയുണ്ട്, ഒരു ഹർജിയുണ്ട്. ആ ഹർജി സർക്കാരിൻ്റെ പരിഗണനയിലേക്ക് സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന റിപ്പോർട്ട് കൂടി വേണം അടുത്ത 10-ാം തീയതിക്ക് മുമ്പ് എന്ന് ആവശ്യപ്പെട്ടിരിക്കെ ഇങ്ങനൊരു അന്വേഷണ സംഘം രൂപീകരിച്ചത് കോടതിയെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ല, അജിംസ, ഈ അന്വേഷണത്തിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കേസല്ലല്ലോ അന്വേഷിക്കാൻ പോകുന്നത്. അത് ഇന്ന് വന്ന ആരോപണങ്ങൾ, ഇന്നലെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ഇന്ന് നടപടിയായിട്ട് വന്നല്ലോ. സിദ്ദിഖിൻ്റെയും രഞ്ജിത്തിൻ്റെയും രാജി ഉൾപ്പെടെ അതാണല്ലോ, അതിൻ്റെ കാര്യങ്ങളാണല്ലോ പോലീസ് അന്വേഷിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയ വാർത്താക്കുറിപ്പ് താങ്കളിലും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലത് സുവ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് എന്താണ് സംഗതി എന്നുള്ളത്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വനിതകൾ തങ്ങൾക്ക് പ്രസ്തുത മേഖലയിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ വിവരിക്കുന്ന അഭിമുഖങ്ങളും പ്രസ്താവനകളും വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ ബഹുമുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് വിളിച്ചു ചേർത്തു. ഇതാണ് പറയുന്നത്. അതിനാണ് അന്വേഷണവും. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇതിൻ്റെ പരിധിയിൽ വരുന്നില്ല. കാരണം സെപ്റ്റംബർ 10 ഹൈക്കോടതി അഫിഡവിറ്റ് അതിനകം സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബർ 10 ഈ കേസ് പരിഗണിക്കുന്നുമുണ്ട്. അപ്പോൾ അത് അവിടെയാണ് വരിക. ഇവിടെ ഈ പറഞ്ഞ ഇന്നത്തെ താങ്കൾ സൂചിപ്പിച്ച 2 വിഷയങ്ങളുണ്ട്, 2 രാജികളുണ്ടല്ലോ. അത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നയിച്ച സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തുന്നു. അത് സംബന്ധിച്ച് മൊഴികളെടുത്തിട്ട് കേസ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ മുമ്പോട്ട് കൊണ്ടുപോകും. അതാണ് ഇന്നത്തെ തീരുമാനത്തിൻ്റെ ചുരുക്കമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പോൾ ഈ വെളിപ്പെടുത്തിയ ആളുകൾ അവർ പരാതിപ്പെടാൻ തയ്യാറായിട്ടില്ല. അവരിൽ പലരും ആരാണ് തങ്ങളെ ഉപദ്രവിച്ചതെന്ന പേര് പോലും പറഞ്ഞിട്ടില്ല. ഒരാൾ മാത്രമാണ് അങ്ങനെ പേര് പറഞ്ഞു, 1-2 പേർ മാത്രമാണ്, ചിലർ പേരേ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ പരാതിപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതിൻ്റെ കാരണമായി തന്നെ, എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല എന്നതിൻ്റെ കാരണമായി തന്നെ അവർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ സിസ്റ്റം അങ്ങനെ പരാതി കൊടുത്താൽ ആ സിസ്റ്റം അതിനെ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ കൂടുതൽ വെർബൽ റേപ്പിനും കൂടുതൽ ആക്രമണങ്ങൾക്കും ഇരയാവുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. പിന്നെ എന്തിനാണ് ഈ പ്രഹസനം? അല്ലത് പ്രഹസനമാണ് എന്ന് താങ്കൾ പറയുമ്പോൾ മറ്റൊരു ചോദ്യം എനിക്ക് അങ്ങോട്ട് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഇത് പ്രഹസനമാണെങ്കിൽ പിന്നെ എന്ത് തരത്തിലുള്ള റെമഡിയൽ മെഷേഴ്സാണ് ഒരു ഗവൺമെൻറ് എന്ന നിലയ്ക്ക് ഈ ഗവൺമെൻറ് സ്വീകരിക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ളത്? ഇപ്പോൾ ഇന്നത്തെ ഈ തീരുമാനം മാത്രമല്ല, 4 ദിവസം മുമ്പാണല്ലോ മുഖ്യമന്ത്രി പ്രസ് കോൺഫറൻസ് നടത്തി ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ ജസ്റ്റിസ് ഹേമ തന്നെ പറയുന്നു, ഈ തങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ട് എന്തുകൊണ്ടാണ് അത് പ്രസിദ്ധീകരിക്കരുത് എന്ന് പറയുന്ന ചില കാര്യങ്ങൾ അവർ അക്കമിട്ട് തന്നെ പറയുന്നുണ്ടല്ലോ. അതിന്
ഫെബ്രുവരി 20-ാം തീയതി കൊടുക്കുന്ന കത്തിൽ പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മളതിനെ വീണ്ടും വായിക്കണമെങ്കിൽ ഞാനത് വായിക്കാനൊന്നും പ്രയാസമൊന്നുമില്ല. ആ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ ഈ ഇന്നത്തെ അന്വേഷണ പരിധിയിൽ വരുന്നില്ല. അജിംസ്, ഇന്നത്തെ അന്വേഷണ പരിധിയിൽ വരുന്നത് ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലുള്ളത് ഈ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയ വാർത്തകൾ സംബന്ധിച്ചുള്ള പ്രാഥമിക അന്വേഷണമാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ആസിഫ് അലി സാർ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ അദ്ദേഹം ഈ രംഗത്ത് പ്രഗത്ഭനായ വ്യക്തിയല്ല, അഭിഭാഷകൻ എന്നുള്ളതിലേക്കും DGP എന്നുള്ള നിലയ്ക്കൊക്കെ പ്രവർത്തിച്ച് വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങൾ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തരം കേസുകളിൽ വരുമ്പോൾ സാധാരണഗതിയിൽ പോലീസിന് മീഡിയയിൽ ഒരാൾ പറഞ്ഞതുകൊണ്ട് മാത്രം കേസെടുക്കാനാവില്ല, സുവമോട്ടോ കേസെടുക്കാനാവില്ല എന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ അതുകൂടെ കണക്കിലെടുത്താണ്. പക്ഷേ മീഡിയ എന്നുള്ളത് മീഡിയ പറയേണ്ട കാര്യം തന്നെയാണ്. നമ്മളിതിന് മുൻപ് അറിയാമല്ലോ, പിന്നെ 2018 അന്ന് കേന്ദ്രമന്ത്രിയായിരുന്നല്ലോ MJ അക്ബർ, വെറ്ററൻ ജേർണലിസ്റ്റാണല്ലോ. എത്രയാണ് പ്രിയാരമണി ഉൾപ്പെടെ 11-12 ജേർണലിസ്റ്റുകളാണ് MJ അക്ബർ തങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് തന്നെ പരസ്യമായി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. അത് കഴിഞ്ഞ് ഒക്ടോബർ 11-നായിരുന്നു 2018 ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടത്. ഒരാഴ്ചയ്ക്ക് ഒക്ടോബർ 17-ാം തീയതി തന്നെ അക്ബറിന് രാജിവെച്ച് ഒഴിയേണ്ടി വന്നില്ല, സ്ഥാനം ഒഴിയേണ്ടി വന്ന ചരിത്രം നമ്മുടെ മുമ്പിൽ ഉള്ളതല്ലേ. അതിനുശേഷം കേസ് ഇപ്പോഴും നടക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത ദിവസം കൂടെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിരുന്നല്ലോ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന്. അപ്പോൾ അത് നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ പിന്നെ നിയമപരമായി പോകേണ്ട രീതിയിൽ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ കൂടെ തന്നെ പോകണം, കോടതിയിൽ ചെല്ലണം. പിന്നെ കോഗ്നിസബിൾ ഒഫൻസ് എന്നുള്ള നിലയിൽ ബാക്കി കാര്യങ്ങളെല്ലാം ആ പ്രൊസീജിയറൽ പ്രോസസ്സെല്ലാം നടക്കുകയും വേണം. അതിന് തുടക്കമിടുകയാണ് ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രി ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു കൂട്ടി ചെയ്തിട്ടുള്ളത്. അതിനെ അവർ ആ പ്രോസസ്സിലേക്ക് കടക്കും. പക്ഷേ അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെടുന്ന അന്വേഷണവുമല്ല. അത് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. 10-ാം തീയതി അക്കാര്യത്തിൽ എന്ത് വേണമെന്നുള്ളത് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ നിശ്ചയമായി മുമ്പോട്ട് പോകേണ്ടതുണ്ട്. അത് കേരളം ഇനി കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ. അത് വരുന്നുണ്ട്. വളരെ കാര്യമായി തന്നെ ആ ഒരു അന്വേഷണം മാറട്ടെ എന്നാണ് ഞാനും പ്രത്യാശിക്കുന്നത്. ശ്രീ അനിൽ ബോസ്, ഇപ്പോൾ ഇതിൽ രഞ്ജിത്തിനെതിരായ ഉയർന്ന ആരോപണം ഒഴിച്ചു നിർത്തിയാൽ അത് ഒരു പുതുതായ ആരോപണമാണ്. ബാക്കി ഒട്ടുമിക്ക ആരോപണവും പല ഘട്ടങ്ങളിലായി പൊതുമണ്ഡലത്തിലുള്ളതാണ്. ഉദാഹരണത്തിന് മുകേഷിനെതിരെ 2018 ഉണ്ടായ ഒരു ആക്ഷേപം, ഇതെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ്. പല ഘട്ടങ്ങളിൽ ഇപ്പോൾ മീറ്റു മൂവ്മെൻറ്റ് ലോകവ്യാപകമായി നടന്ന സമയത്ത് മലയാള സിനിമയിലും അത്തരത്തിലുള്ള മീറ്റു വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും പുറത്തു വന്നിരുന്നു. അന്നൊന്നും ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരു അന്വേഷണ സംഘം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യമാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലല്ല ഈ അന്വേഷണം വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉയർന്ന മാധ്യമങ്ങളിലൂടെ നടത്തിയ പല വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളിലുമാണ് ഈ അന്വേഷണ സംഘം. അവിടെയും സർക്കാർ വയ്ക്കുന്ന നിബന്ധന ഈ ഇരകൾ പരാതി നൽകണം, എന്നാലേ കേസെടുക്കാൻ പറ്റുമെന്നാണ്. ഇത് നിങ്ങൾക്ക് സ്വീകാര്യമാണോ? അല്ല, അജിം സയ്യിദിൻ്റെ അകത്ത് രഞ്ജിത്തിൻ്റെ രാജി, അതുപോലെ തന്നെ സിദ്ദിഖിൻ്റെ രാജി, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതുതായി നടികളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകൾ, അതിൻ്റെ ഭാഗമായി ശ്രീ ജയചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകൾ അടക്കമുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വരുന്ന അന്വേഷണ സംഘം, അതൊക്കെ അതിൻ്റെ വഴിക്ക് വരട്ടെ. അതിനൊന്നും ഞാൻ കക്ഷി പിടിച്ച് അതിൻ്റെ അകത്ത് നടന്മാർ ശരിയാണോ, സംവിധായകൻ ശരിയാണോ, അവരുടെ രാജി കൊണ്ട് ഇത് പരിഹരിക്കപ്പെടുമോ, നടികൾ പറയുന്നത് ശരിയാണോ, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താവും, ഇതിൻ്റെ ഒരു വിചാരണ വേളയിലേക്ക് വരുന്ന അന്വേഷണ പൂർത്തിയായി കഴിഞ്ഞാൽ വരുന്ന സാഹചര്യങ്ങൾ, അതിനെ സംബന്ധിച്ചൊന്നും ഞാൻ ഈ ചർച്ചയിലിരുന്നു കൊണ്ട് തർക്കിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനതിൻ്റെ അകത്തൊരു പക്ഷപാതിത്വ സമീപനം സ്വീകരിക്കാനുമില്ല. ഇവിടെ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മറ്റൊന്നാണ്. ഇപ്പോൾ ഇന്ന് തിരക്ക് പിടിച്ച് പിന്നെ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുന്നു, അതിനൊരു ടീമിനെ നിയോഗിക്കുന്നു. CPM-ൻ്റെ നേതാക്കന്മാരൊക്കെ തന്നെയും വന്ന് മാധ്യമങ്ങളുടെ മുൻപാകെ ഞങ്ങൾക്കൊന്നും മറയ്ക്കാനില്ല, ഒളിക്കാനില്ല, ഞങ്ങളുടെ പ്രവർത്തികൾ സുതാര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ട് ഈ 4.5 വർഷക്കാലം ഇതിവർ മറച്ചു വെച്ചു? ഇവർ സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. അത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണെങ്കിലും ഹോം മിനിസ്റ്റർ ആണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മൊഴികൾ, അതുപോലെ തന്നെ അതിന് തെളിവായി നൽകിയിട്ടുള്ള രേഖകൾ, അത് വീഡിയോ ക്ലിപ്പാവട്ടെ, ഓഡിയോ ക്ലിപ്പാകട്ടെ, സ്ക്രീൻഷോട്ടുകളാകട്ടെ, മറ്റ് രേഖകൾ, അതോടൊപ്പം തന്നെ ഹോം മിനിസ്റ്റർക്കും അതുപോലെ സാംസ്കാരിക മന്ത്രിക്കും കൊടുത്തിട്ടുള്ള പരാതികൾ, അതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ഒരു കോഗ്നിസബിൾ ഒഫൻസ് നടന്നു കഴിഞ്ഞാൽ ഒരു കോമൺ മാൻ അറിഞ്ഞാൽ തന്നെ അത് പോലീസിൽ ഇൻഫോം ചെയ്ത് നടപടി സ്വീകരിക്കണമെന്നിരിക്കെ വളരെ തെളിവുകൾ സഹിതം, കൃത്യമായ മൊഴികൾ സഹിതം
സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിക്കും അതുപോലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും കിട്ടിയ ഒരു പരാതിയിന്മേൽ 4.5 വർഷക്കാലം നടപടി എടുക്കാതിരുന്നത് ഏറ്റവും വലിയ ഗുരുതരമായ വീഴ്ചയാണ്. അതിലേറ്റവും പ്രധാനം സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഞാനിതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി ഗവർണർക്ക് ജനറൽ പെറ്റീഷൻ ഗവർണർ സെല്ലിൽ ആണ് ആദ്യം ഫയൽ ചെയ്തത്. ഫയൽ ചെയ്തതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഗവർണർ കേരളത്തിൽ ഇല്ല എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മെയിലിൽ വീണ്ടും ADC അടക്കമുള്ള ആളുകളെ വിളിച്ചു പറഞ്ഞ് പെറ്റീഷൻ ഫോർവേഡ് ചെയ്യുകയുണ്ടായി. ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പരാതി കിട്ടിയിട്ടില്ല. പരാതി കിട്ടിയാൽ അദ്ദേഹം പരിഗണിക്കുമെന്നാണ് ഡൽഹിയിൽ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ആക്ഷേപം ഇതിൻ്റെ അകത്തെ നടിമാരുടെ വിഷയമോ സംവിധായകരുടെ വിഷയമോ നടന്മാരുടെ വിഷയമല്ല. അതൊക്കെ ലീഗലായി അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ. അതിൻ്റെ അകത്ത് ആര് കുറ്റക്കാരൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കട്ടെ. അതിൻ്റെ അകത്തെ ഒരു ഡിബേറ്റിലിരുന്ന് അതിലാരാണ് ശരി തെറ്റ് എന്നൊന്നും പറയാൻ ഞാനില്ല. പക്ഷേ ഗവൺമെൻറ് ഗത്യന്തരമില്ലാതെയാണ് ഇപ്പോൾ അക്കാഡമി ചെയർമാൻ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ളതിൽ സിദ്ദിഖിൻ്റെ രാജിയും തീർച്ചയായും നിലനിൽപ്പിന് വേണ്ടിയുള്ള രാജിയാണ്. ഈ രാജികൾ കൊണ്ട് ഈ പ്രശ്നം അവസാനിക്കില്ല. രാജികൾ കൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുന്ന കാര്യം ഉദിക്കുന്നില്ല. ഇനി പരാതിക്കാർ വരണം. പരാതിക്കാർ വരുന്നതും ആ പരാതിക്കാർ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതുമൊക്കെ പിന്നീട് അറിയേണ്ട കാര്യങ്ങളാണ്. പിന്നീട് അതിൻ്റെ സ്ഥിതി എന്താകും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇവിടെ പ്രഥമദൃഷ്ട്യാ ഈ ഗവൺമെൻറ്റാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഹോം മിനിസ്റ്ററെ തൽസ്ഥാനത്ത് നീക്കം ചെയ്യണം. അതുപോലെ തന്നെ കൾച്ചറൽ മിനിസ്റ്ററെ തൽസ്ഥാനത്ത് നീക്കം ചെയ്യണം. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 164 അത് പറയുന്നുണ്ട്. ഗവർണർക്ക് അതിൽ ഇടപെടാൻ അധികാരമുണ്ട്. അതുകൊണ്ട് നൽകിയിട്ടുള്ള എൻ്റെ പരാതി ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, അതിലുപരി ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ ഗവർണർക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ എൻ്റെ ആവശ്യം ഈ പറയുന്ന കൃത്യമായ രേഖകൾ ഉണ്ടായിട്ടും കൃത്യമായ മൊഴികൾ ഉണ്ടായിട്ടും കൃത്യമായ പരാതികൾ ഉണ്ടായിട്ടും അതിന്മേൽ നടപടിയെടുക്കാത്ത സാംസ്കാരിക മന്ത്രിയെയും ഹോം മിനിസ്റ്ററെയും നീക്കം ചെയ്യാനുള്ള പ്രിവിലേജ് കോൺസ്റ്റിറ്റ്യൂഷൻ 164 ആർട്ടിക്കിൾ ഗവർണർക്ക് നൽകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ നടപടി ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയാണെന്നറിയാം, നാളെ അവധിയാണെന്നറിയാം. ഗവർണർ മടങ്ങിയെത്തുമ്പോഴായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം പരിശോധിക്കുക. എന്തായാലും ഗവർണറുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ പോസിറ്റീവായിട്ട് ഞാൻ എടുക്കുന്നു. പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശ്രദ്ധയിൽപ്പെട്ടാൽ അത് കൃത്യമായി നടപടികൾ ഉണ്ടാകും എന്ന് അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആ ഒരു ആംഗിളിലാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറം ഏതെങ്കിലും ഒരു നടിയുടെ അല്ലെ നടന്റെ സംവിധായകന്റെ എന്റെ ചോദ്യം അതൊന്നും ആയിരുന്നില്ല അനിൽ ബോസ്. എന്റെ ചോദ്യം ഇന്ന് രൂപീകരിക്കപ്പെട്ട അന്വേഷണ സംഘം, അത് അന്വേഷണ സംഘം പ്രായോഗികവും ഫലപ്രദവുമാണോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. അല്ല, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഈ 4.5 വർഷം അടയിരുന്നതിന് ശേഷം ഇപ്പോൾ ഒരു അന്വേഷണ സംഘം പ്രഖ്യാപിക്കേണ്ടി വന്നത് ഹൈക്കോടതിയുടെ ഇടപെടലുകൾ, സമൂഹത്തിൽ ഉയർന്നു വരുന്ന പ്രക്ഷോഭങ്ങൾ, ജനങ്ങൾക്ക് ഈ സർക്കാരിനെതിരായിട്ട് ഉയർന്നു വരുന്ന വലിയ ആക്ഷേപങ്ങൾ, മാത്രമല്ല വെളിപ്പെടുത്തലുകളുമായി വരുന്ന ഓരോ ആളുകളുടെ എണ്ണം ഓരോ ദിവസവും കൂടുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഗവൺമെൻറ്റിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സ്വാഭാവികമായും നമുക്കറിയാമല്ലോ, ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകർ എന്ന് പറയുന്ന ആളുകളൊക്കെ തന്നെയും ആർക്ക് വേണ്ടിയാണ് എപ്പോഴും സംസാരിക്കുന്നതെന്ന് അറിയാൻ ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകർ പ്രതിഷേധിച്ച് നിങ്ങൾ കണ്ടോ? പ്രതികരിച്ച് നിങ്ങൾ കണ്ടോ? പക്ഷേ ഇൻറ്റേണലായി CPM അല്ലെങ്കിൽ ഇടതുപക്ഷം നേരിടുന്ന വലിയ ഒരു പ്രത്യയശാസ്ത്ര ച്യുതിയുണ്ട്, മൂല്യച്യുതിയുണ്ട്. ആ മൂല്യച്യുതി വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ ഗവൺമെൻറ്റിനെ കറന്നു തിന്നാൻ പോകുന്നത് എന്ന തിരിച്ചറിവിൽ നിന്ന് മാത്രം മുഖം രക്ഷിക്കാനും ഇവരെ രാജിവെച്ചുകൊണ്ട് താൽക്കാലികമായ രക്ഷപ്പെടലിനും ഈ പറയുന്ന ഞങ്ങളിത് ആക്ട് ചെയ്തിരിക്കുന്നു, ഞങ്ങൾക്ക് അന്വേഷിക്കും, ഈ മൊഴികൾ വന്നിരിക്കുന്നു, നടിമാരായിട്ടുള്ള ആളുകളുടെ മൊഴികൾ വന്നിരിക്കുന്നു, ഞങ്ങളിത് ആക്ട് ചെയ്തിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമായി മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ഇത് താൽക്കാലികമായി മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമാണ്. അപ്പുറം ഒരു ഗൗരവം നമ്മൾ ഇതിന് നൽകുന്നില്ല. ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി എന്ന് പറയുന്നത് 4.5 വർഷക്കാലം ഇവർ കയ്യിൽ വെച്ച്, അത് മാത്രമല്ല ഒരു കാര്യം കൂടി പറയട്ടെ, വിവരാവകാശ നിയമപ്രകാരം പലവട്ടം ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് ആ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം അവർ പുറത്തുവിട്ടില്ല? എന്തുകൊണ്ട് പൂർണ്ണരൂപം പുറത്തുവിട്ടില്ലേ ഗവൺമെന്റ്? പറയണ്ടേ? നടിമാരുടെ മൊഴിയും നടന്മാരുടെയൊക്കെ അവിടെ നിൽക്കട്ടെന്ന് ഈ ഗവൺമെന്റ് എന്തുകൊണ്ട് ഗൗരവമുള്ള കാര്യമല്ലേ? അഡ്വക്കേറ്റ് ആസിഫ് അലി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ക്രൈമുകൾ നടന്നു എന്ന വിവരമുണ്ട്. പക്ഷേ അതിൽ കേസെടുക്കാൻ സർക്കാരിന് കഴിയില്ല, പരാതിയില്ലാതെ എന്നായിരുന്നു സർക്കാരിൻ്റെ സുചിന്തിതമായ നിലപാട്. ഇപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ ഓൺ ദ റെക്കോർഡായി ചില വ്യക്തികൾ ഇതേ കാര്യങ്ങൾ, സമാനമായ കാര്യങ്ങൾ ഉന്നയിക്കുന്നു. അവിടെയും അവർക്ക് പരാതിയില്ല, അവർ പരാതിപ്പെടാൻ തയ്യാറുമല്ല. പക്ഷേ ഇങ്ങനെ ക്രൈം നടന്നതായ വിവരം മാധ്യമങ്ങളിലുണ്ട്. സർക്കാർ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു.
സർക്കാർ പണം നൽകി, പൊതുഖജനാവിൽ നിന്ന് പണം നൽകി രൂപീകരിച്ചൊരു കമ്മിറ്റി റിപ്പോർട്ടിലുള്ള വിവരങ്ങളിൽ അന്വേഷണമില്ല. അതേസമയം മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞ ചില വിവരങ്ങളിൽ അന്വേഷണമുണ്ട്. ഇതിനെ നിയമപരമായി എങ്ങനെ കാണും? സർക്കാർ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമഗ്രമായ ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ അവർ പറയുന്നു, ഞങ്ങളുടെ മുമ്പിൽ നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് IPC പ്രകാരവും വേറൊരു നിയമമുണ്ട്, സെക്ഷൽ ഹരാസ്മെൻറ്റ് ഓഫ് വിമൺ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ റിഡ്രസൽ ആക്ട് പോഷ്, അതനുസരിച്ചും കുറ്റം നടന്നതായി നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ അതിൻ്റെ 114ാമത്തെ ഖണ്ഡികയാണ്. ഈവൻ ദോ എവിഡൻസ് ബിഫോർ us discloses several sexual acts which are committed against women in cinema, mostly constitute various offences under IPC and also fall under definition of sexual harassment of women at workplace prevention, prohibition and redressal of act. ഇത് ഒരു ഫൈൻഡിംഗ് ആണ്. കുറ്റം നടന്നതായി നമുക്ക് തെളിഞ്ഞിരിക്കുന്നു. നമ്മളെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, പഴയ CRPC ആണെങ്കിൽ 157, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയാണ് 176ാം വകുപ്പ് പറയുന്നത്. ഒരു കൊഗ്നിറ്റബിൾ ഒഫൻസ് സംബന്ധിച്ച റിപ്പോർട്ടോ മറ്റ് വിധത്തിലോ കുറ്റം നടന്നതായി സംശയിച്ചു കഴിഞ്ഞാൽ പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്ത് കോടതിക്ക് മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് കൊടുത്ത് അന്വേഷണം ആരംഭിക്കണമെന്നുള്ളത് നിയമപരമായ ബാധ്യതയാണ്. അത് നിർവഹിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല. ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന കമ്മിറ്റി പല്ലില്ലാത്ത പുലിയാണ്. അതിന് FIR ഇല്ല. FIR ഇല്ലാത്തത് കൊണ്ട് എന്താണ്? ആളെ വിളിച്ചു വരുത്താൻ അധികാരമില്ല, റെയ്ഡ് നടത്താൻ പറ്റില്ല, മെറ്റീരിയൽ ഓബ്ജക്ട്സ് സീസ് ചെയ്യാൻ പറ്റൂല, പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂല, കുറ്റപത്രം കൊടുക്കാൻ പറ്റൂല. അങ്ങനെ പല്ല് കൊഴിഞ്ഞ ഒരു സിംഹത്തെ ഇറക്കി വിട്ടിരിക്കുകയാണ് ജനങ്ങളെ പറ്റിക്കാൻ. മാത്രമല്ല, FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു അന്വേഷണമാണെങ്കിൽ ഇരകളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്താൻ പറ്റില്ല. അവരെ വീട്ടിൽ പോയി അവരെ മാതാപിതാക്കളുടെ, അവരെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ അതീവ രഹസ്യമായി മാത്രമേ മൊഴി റെക്കോർഡാക്കാൻ പോലീസ് പാടുള്ളൂ. അത് ലംഘിച്ചാൽ പോലീസ് പ്രതിക്കൂട്ടിലാവും, പോലീസിന് പേര് പ്രോസിക്യൂഷൻ വരും. എന്നാൽ ഇന്നത്തെ കമ്മിറ്റിക്ക് അങ്ങനെ രഹസ്യമായി വെക്കാൻ പറ്റില്ല, വെക്കേണ്ടതില്ല. പോലീസിന് ഇവരെ പരസ്യമായി വിളിച്ചു വരുത്താം. അപ്പോൾ ഒരു കേസ് അന്വേഷണം റേപ്പ് പോലുള്ള പുതിയ ഭാരതീയ നാഗരിക സുരക്ഷതയിൽ എഴുതി വച്ചിരിക്കുകയാണ്, റേപ്പ് കേസിലെ പ്രതിയെ കയ്യാമം വെക്കാം. സ്ത്രീ സുരക്ഷയെ ഉറപ്പുവരുത്തുന്ന ഒരു നിയമമാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്ന നിയമത്തിൽ കയ്യാമം വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ റേപ്പ് സ്ത്രീകൾക്കെതിരെയുടെ കുറ്റം എത്ര ഗുരുതരമാണ്. ആ കേസിൽ FIR രജിസ്റ്റർ ചെയ്യാനോ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ ഈ ഹേമ കമ്മിറ്റി സമർപ്പിച്ചിരിക്കുന്ന മൊഴികൾ കണ്ടെടുക്കാനോ അതിൽ ഹാജരാക്കിയിരിക്കുന്ന CD എടുക്കാനോ അത് ഹാജരാക്കുന്ന പെൻഡ്രൈവ് എടുക്കാനോ അതുപോലുള്ള ഇലക്ട്രോണിക്സ് എവിഡൻസ് എടുക്കാനോ പോലീസിന് അവസരമില്ല, അധികാരമില്ല. പോലീസ് ഒരു സാധാരണ നാട്ടിൻപുറത്തുണ്ടാക്കുന്ന ഒരു കമ്മിറ്റി മാത്രമാണോ? ആ പോലീസ് രൂപീകരിച്ചിരിക്കുന്ന ആ ടീമിൽ ഉള്ള ഉദ്യോഗസ്ഥന്റെ ഇന്റഗ്രിറ്റി ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. സ്വപ്ന സുരേഷ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ ആ സ്വപ്ന സുരേഷിനെ മധ്യസ്ഥനാക്കാൻ ഇടനിലക്കാരനായി പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥൻ ആ ടീമിലുണ്ട്. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? ഈ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു ഒഫൻസ് എന്ന് പറയുന്നത് അതൊരു ഇൻഡിവിജ്വൽ ഒഫൻസ് അല്ല, അത് ക്രൈം അഗെയിൻസ്റ്റ് സൊസൈറ്റി. ഈ രാജ്യത്തിലെ സൊസൈറ്റിക്കെതിരെ, സമൂഹത്തിന് മൊത്തത്തിനെതിരായിട്ടുള്ള ഒരു ഒഫൻസാണ്. അത് അവർ വിചാരിച്ചാൽ പോലും സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ക്രൈം അഗെയിൻസ്റ്റ് സൊസൈറ്റി നമ്മുടെ രാജ്യത്ത് നടന്നു. ഈ അധികാരങ്ങളെല്ലാം പോലീസിന് നൽകത്തക്ക രീതിയിൽ പഴയ CRPCയിൽ സമഗ്രമായി, IPCയിൽ സമഗ്രമായി ഭേദഗതി വരുത്തിയത് കുപ്രസിദ്ധമായ ഡൽഹി നിർഭയ കേസിന് ശേഷം 2013 മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് JS വർമ്മ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ UPA ഗവൺമെന്റ് കൊണ്ടുവന്ന ശക്തവും ഫലപ്രദവുമായ ഭേദഗതിയാണ് ഇതെല്ലാം സാധ്യമാക്കിയത്.
ഇതിൻ്റെയൊക്കെ സന്ദേശം എന്താണ്? സ്ത്രീകളുടെ സുരക്ഷയാണ് പരമപ്രധാനം. സ്ത്രീയുടെ സുരക്ഷ അപകടപ്പെടുത്തുന്ന രീതിയിൽ കുറ്റകൃത്യം നടന്നു. ഒന്നാണോ രണ്ടാണോ? വ്യാപകമായി. ഈ റിപ്പോർട്ടിൽ പറയുന്നു, ഹേമ കമ്മിറ്റി സാക്ഷിമൊഴി റെക്കോർഡാക്കിയതിന് ശേഷമാണ് പറയുന്നത്, കുറ്റകൃത്യം IPC പ്രകാരം വർക്ക് പ്ലേസിൽ വെച്ച് നടന്നിരിക്കുന്ന പീഡന വിരോധന നിയമപ്രകാരം കുറ്റം നടന്നതായി നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയന് ബോധ്യപ്പെടുന്നില്ല. അവർ ഉറങ്ങുകയല്ല, ഉറക്ക് നടിക്കുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ 5-6 ദിവസമായി ഇതിൻ്റെ സത്യാവസ്ഥ മുഴുവൻ പുറത്തു പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഒരു കരിമ്പാറക്ക് പ്രേമലേഖനം അയച്ച പ്രതീതിയാണ് പിണറായി വിജയനും നമ്മുടെ സജി ചെറിയാനും ഉള്ളത്. അവർക്ക് മിണ്ടാട്ടമില്ല. അവർ പറയുന്നത് പരാതി പരാതി പരാതി. ഞാൻ ചോദിക്കട്ടെ, എന്തൊരു ധിക്കാരമാണ് ചെയ്യുന്നത് ജനങ്ങളെ കബളിപ്പിക്കാൻ. ഇപ്പൊ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രാജിവെച്ചു. ആ സഹോദരിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യണ്ടേ? എന്താണ് 176 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പറയുന്നത്? ഒരു വിവരം, ഒരു കൊഗ്നിസബിൾ ഓഫൻസ് നടന്നു എന്ന് സംശയിക്കുന്ന ക്രെഡിബിൾ വിശ്വസനീയമായ വിവരമല്ല, ഒരു കുറ്റകൃത്യം നടന്നു എന്ന് സംശയിക്കുന്ന വിവരമോ മറ്റ് രീതിയിലോ പോലീസ് അറിഞ്ഞാൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് കൊടുത്ത് അന്വേഷിക്കണമെന്ന് ജനങ്ങളുടെ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു നിയമം രാജ്യത്തുണ്ട്. നമ്മുടെ രാജ്യം നിയമവാഴ്ചയുടെ നാടാണ്. നമ്മുടെ രാജ്യം ഭരിക്കുന്നത് നിയമമാണ്, അല്ലാതെ നിയമം കൊണ്ടുള്ള വാഴ്ചയല്ല. നോട്ട് റൂൾ വിത്ത് ലോ ബട്ട് റൂൾ ഓഫ് ലോ. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റ് CPM അനുകൂലിക്കുന്നവരും ആർത്ത് വിളിച്ചു പറയുന്നു, പരാതി പരാതി പരാതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് കമ്മിറ്റിയുടെ മുമ്പിൽ നമ്മുടെ സഹോദരിമാർ മൊഴി നൽകുമ്പോൾ അവർ ചോദിച്ചു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് പോലീസിനെ സമീപിക്കുന്നില്ല? പോലീസിനെ സമീപിച്ചാൽ ഞങ്ങളുടെ ജീവന് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ജീവന് പോലും അപകടം വരും. അതുകൊണ്ടാണ് ഞങ്ങൾ പരസ്യമായി ഇതിൽ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ പരിശോധിക്കൂ. മെനി ഇൻ ദ സിനിമ who were examined before the committee asked why women are not going to police. If the situation is that bad in cinema, I informed one of the actors that I would ask the victim to go to police station or send the statement given by her to police to register a case. Many witnesses stated that before the committee that they face various consequences if they go to police with the allegation of sexual harassment or assaults. If they take up the matter before police, they will face worse consequences, including that to life. അവർ ജീവൻ അപകടം വരുന്ന രീതിയിലായിരിക്കും പോലീസിൽ പോയാൽ. ഈ റിപ്പോർട്ട് വായിച്ചിട്ട് പോലീസിന് നേരിട്ട് പരാതി കൊടുത്താൽ ജീവൻ അപകടത്തിലാവുമെന്ന് ഒരു ഹൈക്കോടതിയുടെ റിട്ടയർഡ് ജഡ്ജി തലവയായ ഒരു കമ്മിറ്റിയുടെ മുമ്പാകെ മൊഴി കൊടുത്തത് അറിയുന്ന മുഖ്യമന്ത്രി പറയുന്നു, നിങ്ങൾ പരാതി കൊടുക്ക്, പരാതി പരാതി. അവന്റെ ജീവൻ അപകടപ്പെടുത്തത്തക്ക രീതിയിൽ പരാതി കൊടുക്കില്ല എന്ന് പൂർണ്ണ ബോധ്യം വന്നത് കൊണ്ടല്ലേ മുഖ്യമന്ത്രി പറയുന്നത് പരാതി പരാതി പരാതി. ഞാൻ ചോദിക്കുന്നത് അതാണ്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർപേഴ്സൺ രാജിവെച്ചു. അവരുടെക്കെതിരെ ആ സഹോദരി ഉന്നയിച്ച ആരോപണം ശരിവെച്ചത് കൊണ്ടാണ് അവർ രാജിവെക്കേണ്ടി വന്നത്. അമ്മയുടെ സെക്രട്ടറി രാജിവെച്ചു. അവർക്കെതിരെ ഉന്നയിച്ച ആരോപണം കളവാണെങ്കിൽ അവർ രാജിവെക്കില്ലായിരുന്നു. പോലീസ് ഉടൻ FIR രജിസ്റ്റർ ചെയ്ത് നടപടികൾ ആരംഭിച്ച് അവരെ അറസ്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ശരി, അപ്പൊ പോലീസിന്റെ കരങ്ങൾ അജ്ഞാതമായ ഒരു ശക്തി ബന്ധസ്ഥനാണ്. ശരി, അഡ്വക്കേറ്റ് അസ്മലി, ഞാൻ അങ്ങയിലേക്ക് വരാം. സോണിയ മൽഹാർ ഈ ഹേമ കമ്മിറ്റി രൂപീകരണത്തിലേക്ക് നയിച്ചത് ഒരു അതിജീവിതയുടെ സമാനതകളില്ലാത്ത പോരാട്ടമാണ്. ഒരുപക്ഷെ അവർ പരാതിപ്പെടാനും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനും തയ്യാറായില്ലായിരുന്നുവെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ ഉണ്ടാകുമായിരുന്നില്ല. അതേ തുടർന്ന് ഇപ്പോൾ പുറത്തു വരുന്ന അലയലുകളെ ഉണ്ടാകുമായിരുന്നില്ല. ഇവിടെ സർക്കാർ പരാതി എന്നൊരു ഉപാധി മുന്നിൽ വെച്ചാണ് ഇപ്പോൾ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുള്ളത്. അറിയാം, സോണിയ മൽഹാർ ഉൾപ്പെടെ നിരവധി സർവൈവേഴ്സ്
ഒരുപാട് പ്രാതികൂല്യങ്ങളെ നേരിട്ട് ചലഞ്ചസ് നേരിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതും ഇങ്ങനെ സംസാരിക്കാൻ തയ്യാറാവുന്നത് പോലും. നിങ്ങൾ ഒരു പരാതി കൊടുക്കാൻ മടിക്കുന്നത് ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്ന ആ കാരണങ്ങൾ കൊണ്ട് തന്നെയാണോ? എങ്കിൽ എന്ത് ആണ് സർക്കാർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സർക്കാർ നിഷ്പക്ഷമായ ഒരു ഇടപെടലാണ് നടത്തേണ്ടതെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. ബിക്കോസ് ഇപ്പോൾ വന്ന് അടുത്ത ഒരു 7-അംഗ കമ്മിറ്റിയെ വെച്ചു. ഇതെല്ലാം സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് അടുത്തതും അന്വേഷിക്കാൻ വരുന്നത്. അത് പോലീസിലുള്ളതായാലും അല്ലാതെ ആയാലും ഒക്കെ. ഈ ഐശ്വര്യ ഡോങ്ര മാഡം, പൂങ്കുഴലി മാഡം, ഇതൊക്കെ സർക്കാരിൻ്റെ സംവിധാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം തന്നെയാണ്. അവർക്ക് വ്യക്തിപരമായിട്ട് എവിടെയെങ്കിലും മാറി നിന്നൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം അല്ല ഇപ്പോൾ സ്റ്റേറ്റിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സ്വതന്ത്ര അന്വേഷണ ഏജൻസി, എൻ്റെ ഒരു എളിയ അഭിപ്രായം എന്ന് പറയുന്നത്, ഇത് കേരള സർക്കാരിൻ്റെ ഒരു ബാധ്യതയോടൊപ്പം തന്നെ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന എൻ്റെ ഒരു എളിയ ആഗ്രഹം എന്ന് പറയുന്നത്, സ്വതന്ത്ര അന്വേഷണം വന്നാൽ ഇതിൻ്റെ ഒരു മാറ്റം വളരെ ഗംഭീരമായിരിക്കും. കാരണം ഒരു ദേശീയ തലത്തിലുള്ള ഒരു അന്വേഷണ സമിതി, ഇപ്പോൾ സെൻട്രൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ അശ്വനി അവർകളെ അതുപോലുള്ള ആളുകളെ മുൻനിർത്തി അവരുടെ അണ്ടറിൽ വരുന്ന ഒരു മോണിറ്ററിംഗ് സംവിധാനത്തിൽ വരുന്ന ദേശീയ ഏജൻസികൾ അന്വേഷിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു തരത്തിലും സർക്കാരിനെയോ ഇത്തരം വലിയ ആളുകളെയോ സ്വാധീനിക്കാൻ പറ്റാത്ത തലത്തിലുള്ള ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കുകയാണെങ്കിൽ, സോണിയ പറയുന്നത് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്ന ഏതൊരു അന്വേഷണവും ഈ പറയുന്ന ആരോപണ വിധേയരുടെ സ്വാധീനത്താലായിരിക്കും. ഈ സർക്കാർ തന്നെ ഈ ആരോപണ വിധേയരോടൊപ്പമാണ്. അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ഉറപ്പല്ലേ? ഉറപ്പായിട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ നമ്മൾ പലതരത്തിലുള്ള സ്കാംസ് നമ്മൾ കേട്ടിട്ടുണ്ട്, പലതരത്തിലുള്ള അലിഗേഷൻസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അത് ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നു എന്നോ കൃത്യമായിട്ടുള്ള ഒരു ജസ്റ്റിസ് കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിലെ അന്വേഷണ സംഘത്തിൽ നിന്ന് കിട്ടിയെന്നോ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ച് ഇത് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു മേഖല കൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സിസ്റ്റത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അവരുടെ പല ആളുകളെയും സംരക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ദേശീയ സ്വതന്ത്ര അന്വേഷണ ഏജൻസി ആർക്കും പിടികൊടുക്കണ്ട, ഇപ്പോൾ ഒരു മനുഷ്യനും സ്വാധീനിക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു ബെഞ്ചിനെ ദേശീയ തലത്തിൽ NDA സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പുറത്തുനിന്ന് ഗവൺമെൻറ്റിൻ്റെ നീതിന്യായ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ബോഡി, കേരളത്തിലെ IPS ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ലിമിറ്റേഷൻ അപ്പുറം നമുക്കറിയാം. ഇപ്പം തന്നെ പരസ്യമായിട്ട് ഒരു മന്ത്രി, ഒരു MLA, ഒരു IPS ഓഫീസറെ, SP-യെ അപമാനിച്ചത് നമ്മൾ കണ്ടു. പലതരത്തിലുള്ള സാധനങ്ങളാണ് വരുന്നത്. അപ്പം ഒരു പദവിക്ക് പഠിച്ചു നേടിയ ഒരാൾ, ഒരു IPS-കാരനൊക്കെ സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണോ നമ്മുടെ ഡെമോക്രസിയിൽ കേരളത്തിൽ? സോണിയ, കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി വരുന്ന ഉദ്യോഗസ്ഥരും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനങ്ങൾക്ക് വിമുക്തരാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് പൊളിറ്റീഷ്യൻസിനെ വെക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഇതിനകത്തൊക്കെ നമുക്ക് വ്യക്തിപരമായിട്ട് സംവിധാനങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരു സിസ്റ്റത്തെ കേന്ദ്ര സർക്കാർ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചു. ആ ഉദ്യോഗസ്ഥരും മറ്റ് രാഷ്ട്രീയ പക്ഷപാതങ്ങളിൽ നിന്നെല്ലാം വിമുക്തരായ സ്വാധീനങ്ങൾക്ക് വഴങ്ങാത്തവരായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ അല്ല, അതാ ഞാൻ പറഞ്ഞത്. അതിന് ഗവൺമെന്റ്, അതായത് നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ബെഞ്ച് ഇതിന് മേൽനോട്ടം വഹിക്കണം. അങ്ങനെ ഒരു നിഷ്പക്ഷ സംവിധാനം നീതിന്യായ വ്യവസ്ഥ ഉണ്ടെങ്കിൽ ആർക്കും ആരെയും സ്വാധീനിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾക്ക് പ്രതീക്ഷ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഇതാണ്. ഇപ്പം എൻ്റെ കുടുംബത്തിലെ ഒരാൾക്കാണ് ഒരു പ്രശ്നം വന്നാൽ നമ്മളുടെ വീട്ടിലുള്ള ഒരാളെ കൊണ്ട് തന്നെ ആ കാര്യങ്ങൾക്ക് നമ്മളൊരു അന്വേഷണം, ഇപ്പോൾ ഇത്തരം കാര്യങ്ങളാണെങ്കിൽ അവർ അന്വേഷിച്ചാൽ എന്തായിരിക്കും? ഒരു മകൻ ചെയ്യുന്ന ക്രൈം ഒരു അച്ഛൻ അന്വേഷിച്ചാൽ എന്തായിരിക്കും? അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏതൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമെന്നേ നോക്കുകയുള്ളൂ. പക്ഷേ അത് കുറച്ചുകൂടി അങ്ങോട്ട് അകലെ, ഏറ്റവും അകലത്തിലുള്ള ഒരു റിലേറ്റീവാണ് അന്വേഷിക്കുന്നത്, ചിലപ്പം ഇത് സത്യസന്ധത എന്താണെന്ന് അവർ നോക്കാം എന്നവർ വിചാരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സംവിധാനങ്ങളെക്കാൾ കൂടുതൽ നമ്മൾക്ക് വിശ്വാസം NDA സർക്കാർ, അവർ എല്ലാവരും പൂർണ്ണരാണെന്നല്ല, അതിനകത്തും വരും. പക്ഷെ അത് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു ഡിവിഷൻ, ഒരു പ്രത്യേക ബെഞ്ച് ഇതിനകത്ത് വരികയും ആരെ സ്വാധീനിക്കാൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ആരെങ്കിലും വന്നിട്ട് സോണിയ ഉന്നയിച്ച ഒരു ആരോപണം, സോണിയ നേരിട്ട ഒരു സംഭവമാണത്. ആരോപണത്തിൽ ആരോപണ വിധേയൻ ആരാണ് എന്ന് സോണിയ പറയുന്നില്ല. പക്ഷേ അത് കേൾക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് അത് ആരാണ് എന്ന് കണ്ടെത്താൻ കഴിയും. പക്ഷേ സോണിയ അത് പറയാത്തിടത്തോളം അയാൾക്കെതിരെ വിരൽ ചൂണ്ടപ്പെടുന്നില്ല. ഒരു പരാതി കൊടുക്കാൻ ഈ സിസ്റ്റത്തിൻ്റെ നിഷ്പക്ഷതയില്ലായ്മ സോണിയ തടയുന്നു. പക്ഷേ ഈ ആരോപണ വിധേയൻ ആരാണെന്ന് ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ് സോണിയ?
അതിന്റെ കാര്യത്തിലേക്ക് വരാം. ഇത് 2013 നടന്നൊരു സാധനമാണ്. അത് അന്ന് തന്നെ അദ്ദേഹം മാപ്പ് പറഞ്ഞിരുന്നു. ഈ കണ്ട കാലങ്ങളൊക്കെയും ഞങ്ങൾ സൗഹൃദത്തിലുണ്ട്. പക്ഷേ ഒരു സൗഹൃദത്തിനപ്പുറം ഒരു മെസ്സേജ് കൊണ്ട് പോലും ഒരു നെഗറ്റീവായിട്ടൊരു അപ്രോച്ച് എൻ്റെ അടുത്ത് വന്നിട്ടില്ല. അപ്പം ഞാൻ ആ സമയത്ത് എനിക്കത് മെൻ്റലി ഒരു ബുദ്ധിമുട്ടുണ്ടായി. എൻ്റെ ഹസ്ബൻഡിനോട് പറയുകയും അത് പരിഹരിക്കപ്പെടുകയും ഇനി സിനിമയിലേക്ക് എനിക്ക് പോകണ്ട എന്നുള്ളൊരു ചെറിയൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. ഒരു 2-3 കാര്യങ്ങൾ ഞാൻ പിന്നീട് വന്ന സാധനങ്ങളൊക്കെ മാറ്റി വെച്ചു. പക്ഷേ പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് മറക്കുകയും എനിക്ക് സിനിമയാണ് ഒരു തൊഴിലായിട്ട് കിട്ടിയത്. അതിനുള്ള ഒരു സാഹചര്യങ്ങൾ പിന്നീട് വന്നപ്പം ചെറിയ ചെറിയ പടങ്ങളിൽ നിന്ന് എനിക്ക് കുറച്ച് ക്യാരക്ടർ ലീഡിങ് റോള് പല ആർട്ട് പടങ്ങളിലും വന്നപ്പോൾ എനിക്ക് സേഫായിട്ട് തോന്നിയെടുത്ത് എനിക്ക് സത്യസന്ധമായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഞാൻ പോയി അഭിനയിച്ചു. അപ്പോൾ ആ സമയത്ത് ഇനി അത്രയും കാലങ്ങളും കടന്നുപോയി. ഇപ്പം ആ മനുഷ്യനുമായിട്ട് എനിക്ക് യാതൊരു അപ്പോഴും ഇല്ല ഇപ്പോഴും ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഇല്ല. ബിക്കോസ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഭാര്യ, കുട്ടികൾ, നമ്മൾ ഈ തുണി ഉരിയുന്ന ആളുകൾക്ക് അതിനുള്ള ബുദ്ധിമുട്ട് അവരാരുടെയും കുടുംബക്കാരെ പറ്റി ആലോചിക്കുന്നില്ല. പക്ഷേ എന്നെപ്പോലെ ഒരാൾക്ക് നമ്മളൊരു മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു കാര്യത്തിന് ഇപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഒരിക്കലും ഇനിയിപ്പോൾ എല്ലാ മാധ്യമങ്ങളും നിർബന്ധിച്ചാലും അദ്ദേഹത്തിന്റെ പേര് ഒരിടത്തും പറയാനോ പരാമർശിക്കാനോ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇനി ഒരു കേസിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനി എന്ത് ചെയ്യാൻ വേണ്ടി നമുക്കറിയാലോ ഇവിടുത്തെ നിയമസഭ തൊട്ട് മുന്നിൽ ചൂണ്ടിക്കാണിച്ചിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് സകല തെളിവുകളും വെച്ചിട്ട് അത്രത്തോളം സാധനങ്ങൾ ഒരു പെൺകുട്ടി വന്ന് നമ്മുടെ മുന്നിൽ ഇരുന്ന് കരയി പറയുകയാണ്. അതിനേക്കാൾ ഭീകരമായിട്ട് പലതും ഉണ്ട്, പല ആളുകളും പറയാതിരിക്കുന്നുണ്ടാവും. അപ്പൊ അതിന് പോലും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ ഞാൻ ഇത് വന്നിട്ട് എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് പറയാൻ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, അമ്മ സംഘടനയിലുള്ള ആളുകൾ വന്നിട്ട് അതിനെ യാതൊരു തരത്തിലും ഈ ഒരു അലിഗേഷൻ വന്ന സമയത്ത് അതിനെ ന്യായീകരിച്ചോ അല്ലെങ്കിൽ ന്യായീകരിച്ചെന്നല്ല, നമ്മുടെ ഭാഗത്ത് തെറ്റുകളുണ്ട് എന്നോ ആർജവത്തോടെ ആരും പറഞ്ഞില്ല. പിന്നെ ഒരു ലേഡി പറയുന്ന കേട്ടു, ഞാൻ പേര് മറന്നുപോയി, ഒരു മുതിർന്ന ആർട്ടിസ്റ്റാണ്, അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടത് ഇതാണ്: ഈ പെൺകുട്ടികൾക്കൊക്കെ അഭിനയിക്കാതെ വേറെ വല്ല പണിക്കും പൊക്കൂടെ, എല്ലാവർക്കും അഭിനയിക്കണമെന്ന് എന്താണ് ഇത്ര ആഗ്രഹം എന്നൊരു മാഡം ചോദിച്ചു. അത് വളരെ എനിക്ക് അത് ഫീൽ ചെയ്തു. കാരണം അഭിനയിക്കാൻ വരുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ ആഗ്രഹങ്ങളുണ്ടാവും ഒരു ആർട്ടിസ്റ്റ് ആവാൻ. അത് ജൂനിയർ ആവട്ടെ സീനിയർ ആവട്ടെ, അഭിനയം ഒരു കലയാണ്, അവർക്ക് ആഗ്രഹങ്ങളുണ്ടാവും. അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെയും കൂടെ ഒരു നിലനിൽപ്പ്, ഒരു സിസ്റ്റത്തിൻ്റെ ഒരു മാന്യതയാണ്. അപ്പം അങ്ങനെ അല്ലാതെ ഇപ്പം ഒരു കാര്യം പറഞ്ഞത് കൊണ്ടോ ഒരിടത്തൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടോ അഭിനയിക്കാതെ വീട്ടിൽ പൊക്കോന്നാണോ പറയുന്നത്? ഇപ്പോൾ എല്ലാ മേഖലയിലും അങ്ങനെയാണോ? അവരുടെ തൊഴിലിടങ്ങളിൽ അവർക്ക് സേഫ്റ്റി ഇല്ലെങ്കിൽ അത് പറയുമ്പോൾ നിങ്ങളെന്നാൽ വേറെ പണി നോക്കി പോകുമെന്ന് പറയുന്നതാണോ? അത് അങ്ങനെ ഒളിച്ചോടേണ്ടല്ല. പിന്നെ വേറൊരു ലേഡി പറഞ്ഞു, ഒരു നടി പറഞ്ഞു, സിനിമാ മേഖലയിൽ അങ്ങനെയുള്ള സംവിധാനം അവർ നായികയായിട്ട് അഭിനയിച്ചതാണ്, അവർക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല. അപ്പൊ ആരും മിണ്ടുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ആരും മിണ്ടുന്നില്ല. അപ്പം മിണ്ടാതിരുന്നപ്പോൾ എനിക്ക് തോന്നിയത് ഞാനടക്കം ട്രോമയിലേക്ക് പോയ പല സംഭവങ്ങൾ, ഇതൊന്നും അല്ല, ഈ 2013 നടന്ന സംഭവങ്ങളെക്കാളും ഭീകരമായ പല പ്രശ്നങ്ങളും ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. സെക്ഷലി അബ്യൂസ് അല്ല എനിക്ക് ഉണ്ടായിരിക്കുന്നത്, എനിക്ക് അല്ലാതെയുള്ള ചതികൾ, പേയ്മെന്റ് തരാതിരിക്കൽ, എന്നെ ഒഴിവാക്കലുകൾ, എല്ലാ സ്ഥലത്തു നിന്ന് അവോയ്ഡ് ചെയ്യുക, നമ്മളെ കണ്ടതായിട്ട് പോലും നടിക്കാത്ത ആളുകൾ, അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ പേഴ്സണലി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഞാൻ നോക്കിയപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, ഇത്തരം കാര്യങ്ങൾ വന്നു, ഏതോ കുട്ടികളൊക്കെ വന്ന് പറയുന്നതൊക്കെ അവർക്കെന്തോ ഒരു ഫെയിം കിട്ടാൻ വേണ്ടി, മീഡിയ അറ്റൻഷൻ കിട്ടാൻ പറയുന്ന ഒരു സാധനമായിട്ട് മാറ്റിയിട്ട് കുറേ ആളുകളൊക്കെ അങ്ങ് അതിവിദഗ്ധമായിട്ട് ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാനൊരു പെണ്ണാണ്, ഞാനൊരു സ്ത്രീയാണ്, 2 കുട്ടികളുടെ അമ്മയാണ്, എനിക്ക് 2 ആൺകുഞ്ഞുങ്ങളാണ്, അവർക്ക് നാളെ 2 പെൺകുട്ടികൾ എൻ്റെ വീട്ടിലേക്കും വരാനുള്ളതാണ്. അപ്പം എല്ലാവർക്കും അവരുടേതായ സ്പേസും അവരുടെ ഒരു എന്താ പറയുന്ന അതും കൊടുത്ത് അവരെ പ്രൗഡോടെ നോക്കേണ്ടതാണ്. പെൺകുട്ടികളെ എല്ലാവർക്കും എല്ലായ്പ്പോഴും വലിച്ചു കീറാനുള്ളതല്ല. അപ്പം ഞാനിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഇനി ഒരുപാട് പെൺകുട്ടികൾ കടന്നു വരും. അപ്പം ഇതിനകത്ത് ഒരുപാട് പുഴുക്കുത്തുകളുള്ളപ്പോൾ നല്ല ആളുകളും അതുപോലെ തന്നെയുണ്ട്. അപ്പോൾ അവർക്കും കൂടെ മാന്യതക്കേട് വരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവർ അറിഞ്ഞോ അറിയാതെയോ കണ്ണടയ്ക്കുന്നുണ്ടാവാം, എനിക്കറിയില്ല. മേ ബി അറിഞ്ഞവരാരും മിണ്ടുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി എനിക്കിത് പറയണം. നാളെ നമ്മൾ മരണപ്പെട്ടു പോകുന്ന മനുഷ്യന്മാരാണല്ലോ. അപ്പം ഞാനടക്കം ഇത്തരം കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നതിൽ അതൊരു അഭിമാന പ്രശ്നത്തിൻ്റെ എന്തെങ്കിലും ആയിട്ട് തോന്നിയില്ല. ഞാൻ എൻ്റെ മാതാപിതാക്കളോടും കുഞ്ഞുങ്ങളോടും എൻ്റെ സഹോദരനോടടക്കം ഒരു വാക്ക് ചോദിച്ചിട്ടാണ് ഇതിലേക്ക് വന്നത്. കാരണം എങ്ങാനും ഞാൻ പെർമിഷൻ എടുക്കാതെ ചാനലിൻ്റെ മുമ്പിൽ വന്ന് ഇത് പറയുമ്പോൾ എൻ്റെ വീട്ടുകാർ പെട്ടെന്ന് ഏതെങ്കിലും ഒരു സ്ക്രോൾ പോകുന്ന കണ്ടിട്ട് അവർ ടെൻഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ നമ്മളുടെ സേഫ്റ്റിയും നമ്മളുടെ സെക്യൂരിറ്റിയും മാത്രമല്ല നോക്കുന്നത്, ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് കൂടെയാണ് ഈ ഒരു തുറന്നു പറച്ചിൽ. അതുകൊണ്ട് മാത്രം എനിക്ക് മുമ്പുണ്ടായ അനുഭവത്തിലുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്ന് അവരെ ഇപ്പോൾ ജയിലിൽ ഇടാന്നുള്ള അതിമോഹമൊന്നും എനിക്കില്ല. ശ്രീ ജയചന്ദ്രൻ, സോണിയ മൽഹാർ കുറച്ച് വിശദമായി തന്നെ എന്തുകൊണ്ട് പരാതിപ്പെടുന്നില്ല എന്ന് വിശദീകരിച്ചു. പരാതിപ്പെട്ടാൽ പോലും ആ പരാതി സുരക്ഷിതമായി അവർക്ക് പിന്നീട് ആ പരാതി കഴിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള സംവിധാനം ഇല്ല. അവർക്ക് ആ സംവിധാനത്തിൽ, ആ സിസ്റ്റത്തിൽ പോലും വിശ്വാസമില്ല. അവിടെയാണ് ഒരു അന്വേഷണ സംഘം, ഈ വെളിപ്പെടുത്തലിനെ കുറിച്ച് അന്വേഷണ സംഘം രൂപീകരിച്ച് പരാതിയുമായി ഇരകൾ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. ഇത്
ഇതിൽ കൂടുതൽ വ്യക്തമായി മറ്റെങ്ങനെയാണ് പറയാൻ കഴിയുക സോണിയയ്ക്കല്ലാതെ? അജിംസെ, അതിലൊരു പ്രശ്നം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ശ്രീമതി സോണിയ മൽഹാർ പറഞ്ഞത് പ്രധാനമായിട്ടും കേരളത്തിലെ ഡെമോക്രസിയിൽ അവർ വിശ്വസിക്കുന്നില്ല. അതേസമയം NDA ഗവൺമെൻറ്റിൻ്റെ ചുമതലയിൽ കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് അവരുടെ താല്പര്യത്തിലുള്ളത്. അതൊക്കെ നിയമപരമായി നേടാൻ കഴിയുന്ന കാര്യങ്ങളാണോ എന്ന് നിയമപരമായി തന്നെ പരിശോധിക്കണം. കോടതിയിൽ തന്നെ, ഹൈക്കോടതിയിൽ ഇപ്പോൾ മറ്റേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യം 10-ാം തീയതി പരിഗണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ കക്ഷി ചേരാൻ കഴിയുമോ? ചേരാൻ പറ്റുമെങ്കിൽ അങ്ങനെ അപേക്ഷ കൊടുത്തല്ലേ ചേരാൻ പറ്റൂ. ഇവിടെ നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല ഏതായാലും. പക്ഷേ ഈ പരാതി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് അജിംസെ ഈ മുഖ്യമന്ത്രി പറഞ്ഞതിനെക്കുറിച്ചാണ് താങ്കൾ സൂചിപ്പിച്ചതെങ്കിൽ, ശ്രീമതി സോണിയ മൽഹാർ അതാണ് പറഞ്ഞതെങ്കിൽ, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് 20-ാം തീയതി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത് മൊഴി കൊടുത്തിട്ടുള്ള 52 പേരാണല്ലോ ഉള്ളത്, അവരിൽപ്പെട്ട ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എന്ന് പ്രത്യേകം അത് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയ ഏതെങ്കിലും വനിത പരാതി നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ സർക്കാരിൽ നിന്ന് ഉചിതമായ ഇടപെടൽ ഉണ്ടാകും എന്നാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയ വനിതകളുടെ മാത്രം കാര്യമാണത്. അത് ഇപ്പോൾ ഇന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ആ സമിതിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇത് വരുന്നതേയില്ല. അവരന്വേഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇന്ന് നൽകിയിട്ടുള്ള പത്രക്കുറിപ്പ്. ക്ലാരിറ്റി വരുത്തട്ടെ. അതിൽ കുറേ സമയം അഡ്വക്കേറ്റ് ആസഫ് അലി അതിൽ വിശദീകരിച്ചു കഴിഞ്ഞു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതെന്തെങ്കിലും സാമ്പത്തിക തട്ടിപ്പ് കേസോ സാമ്പത്തിക ചൂഷണ കേസോ പോലുമല്ല. റേപ്പ് എന്ന് പറഞ്ഞാൽ മർഡറിനേക്കാൾ ഹീനമായ ഒരു കുറ്റകൃത്യമാണ്. സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമം, കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമം, ഇതെല്ലാം കൊലപാതകത്തേക്കാൾ വലിയ ഗ്രാവിറ്റിയുള്ള കുറ്റകൃത്യമാണെന്ന് കോടതികൾ തന്നെ പലവട്ടം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇരകൾ പരാതിയുമായി വന്നിട്ട് ഞങ്ങൾ ഈ കുറ്റകൃത്യം അന്വേഷിക്കാം എന്ന് സർക്കാർ തീരുമാനിക്കുന്നതിൽ എത്തിക്കലായ ഒരു പ്രശ്നമുണ്ട്. അതാണ് സോണിയയും അഡ്വക്കേറ്റ് ആസിഫ് അലിയുടെ ചൂണ്ടിക്കാട്ടുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ല, ഇതിനെ രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു ചർച്ചയിൽ ഒരു നിഗമനത്തിൽ പോലും എത്താൻ കഴിയില്ല അജിംസെ. നമ്മളൊരു സംവാദമാണ് നടത്തുന്നതെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു ഭാഗത്ത് വെച്ചിട്ട് ഈ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ആ ബോഡിയെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ബോഡിയുടെ പ്രശ്നം മാത്രം കൈകാര്യം ചെയ്യണം. അതിൽ രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് അഡ്വക്കേറ്റ് ആസിഫ് അലി അങ്ങനെയാണ് ചെയ്തത്. അത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് ചെയ്യാൻ കഴിയില്ല. ഒരു സംവാദത്തിൽ ഒരു നിഗമനത്തിൽ പോലും എത്താൻ കഴിയില്ല. അത് ആർക്കും അറിയുന്ന കാര്യമാണ്, അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമില്ല. അതേസമയം കുറേ കൂടെ ക്ലാരിറ്റിയുള്ള നിലപാടാണ് അനിൽ ബോസ് സ്വീകരിച്ചത്. എന്തുകൊണ്ടാണ് പൂഴ്ത്തിവെച്ചതെന്നുള്ളതാണ് എൻ്റെ കേസ്. ഞാനത് പറയാനാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് അനിൽ ബോസ് സ്പഷ്ടമായിട്ട് പറയുന്നുണ്ടല്ലോ. അതങ്ങനെ ചർച്ച ചെയ്യാം, അതാതലത്തിൽ ചർച്ച ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും ഇന്നത്തെ തീരുമാനിച്ച സമിതിയുടെയും കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നാൽ ആർക്കാണ് ചർച്ച ചെയ്യാൻ കഴിയുക? ഉത്തരവാദിത്തോടെ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയും അത്തരൊരു കാര്യത്തിൽ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോടതി പരിശോധിക്കാനിരിക്കുന്നു 10-ാം തീയതി. അത് നിങ്ങളവിടെ വെക്കൂ, എന്നിട്ട് ഇന്നത്തെ കാര്യം മാത്രം പറയും. ഇന്നത്തെ കാര്യം പറയാൻ അഡ്വക്കേറ്റ് ആസിഫ് അലി പറഞ്ഞത് അനുസരിച്ച് അതിനെ സംബന്ധിച്ചൊരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ ആസിഫിലോട് ചോദിച്ച ചോദ്യത്തിൽ അതിനുള്ള ഉത്തരവുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു ക്രൈം, ഒന്നിലധികം ക്രൈമുകൾ നടന്നു എന്ന വിവരമുണ്ട്. ആ വിവരമുണ്ട്. ഇന്നത്തെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഓൺ ദ റെക്കോർഡ് ഇവരുടെ പ്രസ്താവനയിൽ, സോണിയ ഉൾപ്പെടെയുള്ളവരുടെ പ്രസ്താവനകളിലും ഒരു ക്രൈം നടന്നതായ വിവരമുണ്ട്. ഒന്ന് ഒരു കമ്മിറ്റി, സർക്കാർ ഉപയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുള്ള വിവരമാണെങ്കിൽ മറ്റത് മാധ്യമങ്ങളുടെ കയ്യിലുള്ള വിവരം മാത്രമാണ്. അവരിപ്പോഴും പരാതിയായി മുന്നോട്ട് വന്നിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴി നൽകിയവരും പരാതിയില്ല. ഇതിലേത് ഇൻഫർമേഷനെയാണ് സർക്കാർ ആധികാരികവും കേസെടുക്കാൻ പറ്റുന്നതുമായി കാണുന്നത് എന്നുള്ളതാണ് ചോദ്യം. അല്ല, ആ ചോദ്യത്തിന് സർക്കാർ തന്നെ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ഞാനതൊന്നുകൂടെ ആവർത്തിക്കാം. we have been following the principles laid down by the Supreme Court in various decisions in keeping the matter extra confidential. Justice Hema ഫെബ്രുവരി 20-ന് സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് 2020 എഴുതിയ കത്താണ് ഞാൻ ഈ വായിക്കുന്നത്. അത് നിങ്ങൾ 2 സെൻറ്റൻസായി വായിക്കുന്നത്. We have been following the principles laid down by the Supreme Court in various decisions in keeping the matter extra confidential.
I would also take the liberty to alert you to follow these principles before parting with the report to anybody in a routine manner. ഇതാണ് ജസ്റ്റിസ് ഹേമ സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഇത് പിന്നെ പുറത്ത് വിടരുത് എന്ന് കാണിച്ചുകൊണ്ട് എഴുതുന്ന കത്ത് 2020 ഫെബ്രുവരി 19. അത് അവർ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ അഡ്വക്കേറ്റ് അനിൽ ബോസ് പറഞ്ഞു അദ്ദേഹം ഗവർണർക്ക് പരാതി നൽകി. വളരെ നല്ലൊരു തീരുമാനമാണ് അനിൽ ബോസ് ചെയ്തത്. ഒരു പൗരന് ചെയ്യാൻ കഴിയുന്ന സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരനെ തന്നെ അക്കാര്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സന്ദേഹം, ആശങ്ക, പരാതി അറിയിക്കുന്നു. നിലപാട് സ്വീകരിക്കട്ടെ ഗവർണർ. പരാതി കിട്ടിയാൽ അത് പരിശോധിക്കുമെന്ന് ഗവർണർ ഡൽഹിയിൽ പറയുകയും ചെയ്തല്ലോ ഇന്ന്. പരാതി അദ്ദേഹം പരിശോധിക്കട്ടെ, എന്താണ് ചെയ്യാൻ കഴിയുന്നതുള്ള വ്യക്തമാക്കട്ടെ. അപ്പോൾ ഈ ഹേമ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് 4.5 വർഷം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചെന്ന ചോദ്യത്തിന് 20-ാം തീയതി മാധ്യമപ്രവർത്തകരോട് കൃത്യമായ മറുപടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് താങ്കളുടെയിലും എൻ്റെയിലും ഉണ്ട്. ആർക്ക് വേണമെങ്കിലും അവൈലബിൾ ആണ് താനും. അത് പബ്ലിക് ഡൊമൈനിലുള്ളതാണല്ലോ മറുപടിയൊക്കെ. അപ്പോൾ അത് വ്യക്തമായിട്ട് പറഞ്ഞു, പൂഴ്ത്തിവെച്ചതല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രൊണോളജി തന്നെ പറയുന്നുണ്ട് CM. അത് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ സംഗതി വരുന്നത്. ജസ്റ്റിസ് ഹേമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പറയുന്നത്. അതിൻ്റെ ഒടുവിലാണ് അദ്ദേഹം പറയുന്നത് ഇതിൽപ്പെട്ട മൊഴി തന്നിട്ടുള്ള വനിതകൾക്ക് പരാതി ഉണ്ടെങ്കിൽ, അല്ല എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ അത് എഴുതി തരണം എന്ന് അതിൻ്റെ ഒടുവിലാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാര്യത്തിൽ അതല്ല. അത് ഈ പറയുന്നത് പോലെ തന്നെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വനിതകൾ തങ്ങൾക്ക് പ്രസ്തുത മേഖലയിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ വിവരിക്കുന്ന അഭിമുഖങ്ങളും പ്രസ്താവനകളും വന്നിട്ടുണ്ട് മാധ്യമങ്ങളിൽ. ഈ കാര്യം മാത്രമാണ് ദുരനുഭവങ്ങൾ. അതാണ് ഒന്ന്. വിവരിക്കുന്ന അഭിമുഖങ്ങൾ, പ്രസ്താവനകൾ, ഈ കാര്യങ്ങളാണ് ഇന്നത്തെ സംഗതി അന്വേഷിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സമിതി അന്വേഷിക്കാൻ പോകുന്നത്. അവരുടെ എന്തൊക്കെയാണ് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ, അവർക്ക് അധികാരമില്ല എന്നൊക്കെ പറഞ്ഞ് എത്രത്തോളം കടന്ന കൈയാണ്. പരാതി ഉണ്ടെങ്കിൽ അന്വേഷിക്കാൻ പറ്റും. ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘം മാത്രമാണ്. കമ്മിറ്റിയെ ആരും പരാതി കൊടുത്തില്ലെങ്കിൽ അന്വേഷണ സംഘം ഒന്നും അന്വേഷിക്കേണ്ടതില്ല. അതെ അജിംസ്, അത് പ്രാഥമിക അന്വേഷണമാണ് അവർ നടത്തുന്നത്. ആ പ്രാഥമിക അന്വേഷണത്തിൽ കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണ് എന്നിരിക്കട്ടെ. അതിനടുത്ത് നടപടി ഉണ്ടല്ലോ. അതറിയാൻ വയ്യാത്ത ആളല്ലോ സോണിയ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം ഇല്ലാത്തതുകൊണ്ടാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം എന്തുകൊണ്ടുണ്ടാവുന്നില്ല? നിങ്ങൾ പറയുന്നത് പ്രാഥമിക അന്വേഷണം പറഞ്ഞല്ലോ, പക്ഷേ പരാതി ഉണ്ടെങ്കിലേ കേസെടുക്കൂ എന്ന് ഈ സംഘത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുള്ള വാർത്താക്കുറിപ്പിലുണ്ട്. അല്ല അജിംസ, ദയവായി ഞാനും താങ്കളും വെയിറ്റ് ചെയ്തേ പറ്റൂ. അല്ല നമ്മൾ അത് ദയവായി വെയിറ്റ് ചെയ്തേ പറ്റൂ, ഞാനും താങ്കളും മറ്റുള്ളവരും 10-ാം തീയതി വരെ. കോടതിയുടെ നിലപാടിൽ ഇപ്പോൾ സോണിയ മൽഹാർ ഇവിടെ ഈ ചർച്ചയിൽ പറഞ്ഞു, ഇത് വരേണ്ടത് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണ സമിതി വരുന്നതാണ് എനിക്ക് വിശ്വാസം എന്നവർ പറയുന്നു. അത് അവരുടെ വിശ്വാസത്തിൻ്റെ, അവരുടെ ബോധ്യത്തിൻ്റെ പ്രശ്നമാണ്. ആ ബോധ്യം നമ്മൾ ഉൾക്കൊള്ളണ്ടേ, അത് കോടതി അറിയിക്കണ്ടേ. കോടതി പറയുകയാണ് ശരിയാണ്, കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടക്കട്ടെ എന്ന് കോടതി ഉത്തരവിട്ടാൽ അവർ ഇവിടെ ഉന്നയിക്കുന്ന ആ പ്രശ്നം ഏറ്റവും പ്രസക്തമായി കോടതി അഡ്രസ്സ് ചെയ്യല്ലേ, അതിനെ ഉൾക്കൊള്ളുകയും ആ തരത്തിൽ അന്വേഷണം നടക്കാൻ തീരുമാനിക്കുകയും ചെയ്താൽ അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ കാര്യം. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ ഒരു സഹിഷ്ണുത കാണിക്കണം അജിംസ്. ശരി, ശ്രീ അനിൽ ബോസ്, കോൺഗ്രസിന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ഈ ഇപ്പോൾ ഉയർന്നു വരുന്ന വിഷയങ്ങളിലൊന്നും നിലപാടില്ലേ? അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നം അനിൽ ബോസ് മുമ്പ് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഈ റിപ്പോർട്ട് വൈകിപ്പിച്ചത്, റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് മാത്രമാണോ നിങ്ങൾക്ക് മുമ്പിൽ സർക്കാരിനെതിരെ ഉന്നയിക്കാനുള്ള ഒരേ ഒരു പ്രശ്നം? അല്ലല്ലോ. ഈ കേസുമായി ബന്ധപ്പെട്ട് B1 to B31 വരെയുള്ള ഇതുമായി ബന്ധപ്പെട്ട രേഖകളുണ്ട്. ആ രേഖകളിൽ പെടുന്ന കാര്യങ്ങൾ എന്താ? ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു പരാതി പറയട്ടെ, അല്ലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു പരാതി പറയട്ടെ, ഇപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടത് സഹയാത്രികൻ മിസ്റ്റർ ജയചന്ദ്രൻ പറയുന്നു പരാതി പറയട്ടെ. പരാതി വന്നാൽ പരിശോധിക്കുക. അത് പുതിയ മാറ്റർ. ഈ പറയുന്ന റിപ്പോർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ പെറ്റീഷൻ. മന്ത്രിക്ക് കിട്ടിയ പെറ്റീഷൻ ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയാണല്ലോ ചെയ്തത്. അങ്ങനെ ഈ റിപ്പോർട്ട് ഉൾപ്പെടപ്പെട്ടിട്ടുള്ള പരാതി, അറ്റാച്ച് ചെയ്തിരിക്കുന്ന അല്ലെ മെൻഷൻ ചെയ്തിരിക്കുന്ന പെറ്റീഷൻ എന്തിനാ അങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുത്തത്? ഇതിന് മുമ്പ് വന്ന വിക്ടിംസിൻ്റെ പരാതിയിൽ നടപടിയെടുക്കേണ്ടതിന് പകരം ഹേമ കമ്മിറ്റിക്ക് എന്തിനാണ് ഫോർവേഡ് ചെയ്തത്? ഹേമ കമ്മിറ്റിക്ക് ഫോർവേഡ് ചെയ്യുകയാണോ ചെയ്യേണ്ടത്? ഇതിൻ്റെ അകത്ത് IPC സെക്ഷൻ 376-ഉം 354-ഉം റേപ്പുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്.
മെൻഷൻ ചെയ്തിട്ടില്ലേ? ഇവിടെ അഡ്വക്കേറ്റ് ആസിഫ് അലി തന്നെ പറഞ്ഞു, ഭാരതീയ ന്യായ സംഹിതയുമായി ബന്ധപ്പെട്ട 64, 74 മുതൽ 79 വരെയുള്ള സെക്ഷനുകൾ വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടെ പ്രതിപാദിച്ചു. പോഷ് ആക്ടിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രതിപാദിച്ചു. ഞാനത് ഇവിടെ പറയേണ്ട കാര്യമില്ല. 2013 അതിനെക്കുറിച്ച് ഞാനിവിടെ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. ഇങ്ങനൊരു ഒഫൻസ് നടന്നാൽ ഒരു കോമൺ മാൻ പോലും ഇൻഫോം ചെയ്ത് പോലീസിന് കൊടുത്ത് നടപടിയെടുക്കേണ്ട സമയത്ത് ഇവർ പറയുന്നത് പോലെ മൊഴികൾ മാത്രമല്ലല്ലോ, ഈ റിപ്പോർട്ടിൽ പറയുന്ന മൊഴികളോ റിപ്പോർട്ടിനൊപ്പം സമർപ്പിച്ചിട്ടുള്ള രേഖകളോ മാത്രമല്ല, ആ രേഖകളിൽ ഏറ്റവും പ്രധാനം ചില വിക്ടിംസ് മന്ത്രിക്ക് നൽകിയിട്ടുള്ള, ഹോം മിനിസ്റ്റർക്കും കൾച്ചറൽ മിനിസ്റ്റർക്കും നൽകിയിട്ടുള്ള പെറ്റീഷൻസ് ഈ റിപ്പോർട്ടിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മന്ത്രി തന്നെ ഫോർവേഡ് ചെയ്ത്. പുതിയ പരാതി എന്തിനാ? ഇപ്പൊ വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകളിൽ പരാതി സ്വീകരിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യട്ടെ. അതിന് ഗവൺമെന്റ് എടുക്കുന്ന നടപടി നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോഴുള്ള പിന്നെ ആസിഫ് അലി സാർ സൂചിപ്പിച്ചതുപോലെ FIR ഇല്ലാത്തൊരു സന്ദർഭത്തിൽ ഇതിനെ സംബന്ധിച്ചൊരു പ്രകസനം മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. ഞങ്ങൾക്ക് ആർക്കാണ് നിലപാടില്ലാത്തത്? ഈ വിഷയത്തിൽ നിലപാടുള്ളത് കൊണ്ടാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി സാംസ്കാരിക മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞത്. ഞാൻ പെറ്റീഷൻ കൊടുത്തു, കോൺഗ്രസ് പാർട്ടിയുടെ ഭാരവാഹി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ഞാൻ പെറ്റീഷൻ കൊടുത്തു, ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ഞാനിവിടെ പെറ്റീഷൻ കൊടുത്തു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പെറ്റീഷൻ കൊടുത്തത്? ഈ പറയുന്ന കയ്യിൽ പരാതി കിട്ടിയിട്ടും ആ പരാതിയിൽ നടപടിയെടുക്കാതെ, റിപ്പോർട്ട് മാത്രമല്ല റിപ്പോർട്ടിൽ ആഡ് ചെയ്തിട്ടുള്ള പരാതി കിട്ടിയിട്ടും നടപടിയെടുക്കാത്ത ഗുരുതരമായ വീഴ്ച ഹോം മിനിസ്റ്ററിൽ നിന്നും കൾച്ചറൽ മിനിസ്റ്ററിൽ നിന്നും ഉണ്ടായിരിക്കുന്നു. അത് സത്യപ്രതിജ്ഞാ ലംഘനവും ഭരണഘടനാ ലംഘനവുമാണ്. അതുകൊണ്ടാണ് ഗവർണർക്ക് പരാതി നൽകിയത്. പ്രതിപക്ഷ നേതാവ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. മാത്രമല്ല മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല എത്ര ദിവസം മുമ്പ് പറഞ്ഞു ഈ വിഷയത്തിൽ നടപടിയെടുക്കണമെന്നുള്ള കാര്യത്തെ സംബന്ധിച്ച്? ആരാ പറയാത്തത്? കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രക്ഷോഭത്തിൽ നിൽക്കുകയല്ലേ, UDFന്റെ സംഘടനകൾ സമരത്തിൽ നിൽക്കുകയല്ലേ? അനിൽ ബോസ് ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രശ്നമുണ്ട്. അനിൽ ബോസ് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അജിംസ ഒരു സെക്കൻഡ്. അജിംസ UDFന്റെ യുവജന വിഭാഗവും അടക്കമുള്ള സംഘടനകൾ വളരെ കൃത്യമായി പ്രത്യക്ഷ പ്രക്ഷോഭം നടത്തുന്നു. ഒരു വശത്ത് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും മറ്റ് നിയമസഭാംഗങ്ങൾ ഉമാ തോമസ് അടക്കമുള്ള വനിതാ നേതാക്കൾ വളരെ ശക്തമായി നിലപാടുകളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. ഓരോ സന്ദർഭവും നിങ്ങൾ നോക്കുക. ഞങ്ങൾ എവിടെയാ അനിൽ ബോസ് ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അറ്റാച്ച് ചെയ്യപ്പെട്ടുള്ള പരാതികൾ, ആ പരാതികൾ ഈ കമ്മിറ്റിക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. അതിൽ ഈ പറയുന്ന ഗുരുതരമായ ഒഫൻസസ് ഉണ്ടെങ്കിൽ അത് ഇത്രയും നാൾ അന്വേഷിക്കപ്പെടാതെ വെച്ചത് മറ്റൊരു സീരിയസ് ആയ പ്രശ്നമല്ലേ? ചോദിച്ചോട്ടെ, എൻ്റെ ബഹുമാനപ്പെട്ട ജയന്തരൻ അവർ പറഞ്ഞൊരു കാര്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ഒരു കത്ത് കൊടുത്തു, ഇത് ഭദ്രമായി സ്വകാര്യത സൂക്ഷിക്കണോ. ഒന്ന്, ഒരു കമ്മീഷൻ്റെ തലവൻ ഒരു റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ജോലി കഴിഞ്ഞു, പിന്നെ അവർ കത്ത് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. കത്ത് കൊടുത്തു. ആരെ സ്വകാര്യതയാണ് സംരക്ഷിക്കേണ്ടത്? ഇരകളുടേതോ പ്രതികളുടേതോ? ഇരകളുടെ സ്വകാര്യത ഗവൺമെന്റ് വിചാരിച്ചാലോ പോലീസ് വിചാരിച്ചാലോ കോടതി വിചാരിച്ചാലോ പുറത്തുവിടാൻ പറ്റില്ല. പുറത്തുവിട്ടാൽ അവരെ വലിയ ക്രിമിനൽ പ്രോസിക്യൂഷൻ വരും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞില്ലേ, കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഗ്യാങ് റേപ്പ് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ ഒരു ആത്മകഥയിൽ ഇൻഡയറക്ട്ലി ഒരു പരാമർശം ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. അയാൾ റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുക ഒരു ADGP, അയാൾ വലിയ കേസെടുത്തു. അപ്പോൾ ഈ വിക്ടിമിൻ്റെ ഐഡൻറ്റിറ്റി സൂക്ഷിക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ല. അത് 228A പഴയ IPC, ഇപ്പോഴത്തെ 72 ന്യായസംഹിത പ്രകാരം അത് ഒഫൻസാണ്, പുറത്തുവിടാൻ പറ്റൂല. അതുകൊണ്ട് ജസ്റ്റിസ് ഹേമൻ്റെ കത്ത് വെച്ചിട്ട് അതുകൊണ്ടാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഒന്ന്. രണ്ടാമത്തത്, ഒരു റേപ്പ് അല്ലെ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു ലൈംഗിക ആക്രമണം പുറത്തു വന്നിരിക്കുന്നു. ആ പുറത്ത് വന്നാൽ അത് കേസ് രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥരല്ലേ? ഞാൻ ചോദിക്കട്ടെ, എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു വിവരം കിട്ടുന്നു, ഒരു ഗ്രാമത്തിൽ ഗ്യാങ് റേപ്പ് നടന്നു. പോലീസ് അവിടെ ചെന്നപ്പോൾ ഗ്യാങ് റേപ്പ് നടന്നിട്ടുണ്ട്, വിക്ടിംസിനെല്ലാം ഹോസ്പിറ്റലിൽ എത്തിച്ചു. ആരും പരാതി കൊടുക്കാൻ തയ്യാറല്ല. പോലീസ് പറയോ, സോറി പരാതി ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് അന്വേഷിക്കുന്നില്ല. എന്ത് നോൺസെൻസാണ് ഈ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഒരു ഈ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ 176 ഇത് മാത്രം വെച്ച് കേസ് രജിസ്റ്റർ ചെയ്യേണ്ട സംഗതിയാണ്. എന്താണ് പറയുന്നത്? ഈഫ് ഫ്രം ഇൻഫർമേഷൻ റിസീവ്ഡ്, വിവരം കിട്ടുകയാണെങ്കിൽ, ഓർ അതർവൈസ്
മറ്റു രീതിയിൽ എന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പത്രത്തിൽ വായിച്ചറിഞ്ഞ് പോലീസിന് കേസെടുക്കാം. എന്താ പറയുന്നത്? an officer in charge of police station has reason to suspect the commission of an offence. Reason to suspect the commission of an offence. ഒരു വിവരം കിട്ടുകയാണെങ്കിലോ മറ്റു രീതിയിലോ ഒരു ഒഫൻസ് ചെയ്തതായി സംശയം ലഭിച്ചാൽ ശരി പോലീസ് ശരി എന്തായാലും കോടതി പറഞ്ഞിട്ട് ഞങ്ങൾ അന്വേഷിച്ച് കളയാം എന്നാണോ സർക്കാരിന്റെ ചിന്ത, സർക്കാരിന്റെ പ്ലാൻ എന്നിപ്പോൾ നമുക്കറിയില്ല. ഏതായാലും അടുത്ത മാസം 10-ാം തീയതി കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കാതിരിക്കെ കൂടുതൽ കക്ഷികൾ ആ കേസിലുണ്ടാകും എന്നും പ്രതീക്ഷിക്കാം. വളരെ നന്ദി ശ്രീ സോണിയ മൽഹാർ, അഡ്വക്കേറ്റ് ആസിഫ് അലി, അഡ്വക്കേറ്റ് അനിൽ ബോസ്, എം ജയചന്ദ്രൻ ഇത്രയും സംസാരിച്ചവരുടെ